ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 5-ലെ 2-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. കാലകർമ്മഗുണാശ്ച ജീവനിവഹാ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയുഃ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവ. കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രാകൃത പ്രളയ കാലത്ത് ഒരേ ഒരു ബ്രഹ്മപ്രകാശ തേജസ്സായി ഭഗവാൻ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഈ ശ്ലോകത്തിലും അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് വരികളുടെ അർത്ഥം നോക്കാം. കാല കർമ്മ ഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതി മേയുഷി ത്വയി തദാ നിർലീനതാം ആയയുഃ. കാലഹ കാലവും കർമ്മ ജീവജാലങ്ങളുടെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളും ഗുണാശ്ച ഗുണാഹ ച ത്രിഗുണങ്ങളും സത്വരജ തമോ ഗുണങ്ങളും ജീവനിവഹ ജീവസമൂഹവും ജീവജാലങ്ങളുടെ കൂട്ടവും വിശ്വം ച കാര്യം വിശ്വം ലോകം വിശ്വം ച കാര്യം മായ കാരണമായി ഉണ്ടായ ഈ വിശ്വവും വിഭോ ഭഗവാനെ ചില്ലീലാരതിമേയുഷി ചില്ലീല ചിത്ത് ലീല ചിത്ത് എന്നാൽ തൻ്റെ തന്നെ മനസ്സിൽ രമിക്കുന്ന ചില്ലീലാരതി തന്നിൽ തന്നെ അഭിരമിക്കുന്ന ഏയുഷി തന്നിൽ തന്നെ അഭിരമിക്കുന്നതിൽ തൽപരനായിരിക്കുന്ന, അതായത് ആത്മാരാമനായി തന്നിൽ തന്നെ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നതിൽ തൽപരനായിരിക്കുന്ന അല്ലെങ്കിൽ തന്നിൽ തന്നെ അഭിരമിച്ചുകൊണ്ട് യോഗനിദ്രയിലായിരിക്കുന്ന ത്വയി അങ്ങയിൽ തഥാ ആ സമയത്ത് നിർലീനതാമായയു നിർലീനതാം നിശേഷമായും ലയത്തെ ആയയു കൈക്കൊണ്ടു അല്ലെങ്കിൽ പ്രാപിച്ചു നിശേഷമായി ലയത്തെ പ്രാപിച്ചു അങ്ങയിൽ. ആ പ്രാകൃത പ്രളയ കാലത്ത് കാലവും ജീവജാലങ്ങളുടെ സുഹൃതവും ദുഷ്കൃതവുമായ കർമ്മങ്ങളും ത്രിഗുണങ്ങളായ സത്വരജ തമോ ഗുണങ്ങളും ജീവസമൂഹവും മായ കാരണമായി ഉണ്ടായ ഈ വിശ്വവും തന്നിൽ തന്നെ അഭിരമിക്കുന്നതിൽ തൽപരനായി യോഗനിദ്രയിലായിരുന്ന അങ്ങയിൽ നിശേഷമായി അല്ലെങ്കിൽ പരിപൂർണമായ ലയത്തെ പ്രാപിച്ചിരുന്നു എന്നാണ് ആദ്യത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി അടുത്ത 2 വരികൾ നോക്കാം. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവഃ. തേഷാം ഈ മുൻപ് പറഞ്ഞ എല്ലാ ഘടകങ്ങളും, അതായത് കാലം കർമ്മം ഗുണങ്ങൾ ജീവസമൂഹം ലോകം തുടങ്ങിയ എല്ലാ ഘടകങ്ങളും, അതാണ് തേഷാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുൻപ് പറഞ്ഞ എല്ലാ ഘടകങ്ങളും നൈവ നയേവ ഇല്ല തന്നെ വദന്തി പറയുക നൈവ വദന്തി പറയുന്നില്ല തന്നെ അസത്വം സത്വമില്ലാത്തത് അല്ലെങ്കിൽ തീരെ ഇല്ലാത്തവയായിരുന്നു എന്ന്. ഈ മുൻപ് പറഞ്ഞ എല്ലാ ഘടകങ്ങളും തീരെ ഇല്ലാത്തവയായിരുന്നു എന്ന് ആരും പറയുന്നില്ല തന്നെ. ഐഭോ അല്ലയോ ഭഗവാനെ ശക്ത്യാത്മനാ തിഷ്ഠതാം ശക്ത്യാത്മന ശക്തിരൂപത്തിൽ ഈ പ്രപഞ്ചമുണ്ടായിരുന്ന കാലത്ത് ശക്തികളായിട്ട് തിഷ്ഠതാം സ്ഥിതി ചെയ്തിരുന്ന വർത്തിച്ചിരുന്ന ഈ ഘടകങ്ങൾ തീർത്തും ഇല്ലാത്തവയായിരുന്നുവെന്ന് ആരും തന്നെ പറയുന്നില്ല അല്ലയോ ഭഗവാനെ. നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവഃ. നോ ചേത് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ കിം എന്തുകൊണ്ടാണ് ഗഗനപ്രസൂന സദൃശാം ഗഗനപ്രസൂനം എന്നാൽ പറഞ്ഞാൽ ഗഗനം ആകാശം ഗഗനപ്രസൂനം ആകാശകുസുമം ആകാശകുസുമം എന്ന പ്രയോഗം
തീരെ ഇല്ലാത്തതായ വസ്തുക്കളെപ്പറ്റി ഉപമിക്കുന്നതിനാണ് പറയുന്നത്. അതായത് ആകാശത്ത് ഒരു ചെടി ഉണ്ടാവുക, അതിനൊരു പുഷ്പമുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും അസംഭവ്യമായതുകൊണ്ടാണ് ആകാശകുസുമങ്ങളെ പോലെയാണ് അവ എന്ന് പറയുന്നത്. അപ്പോൾ ഗഗനപ്രസൂന സദൃശാം, ഇവയൊന്നും യഥാർത്ഥത്തിൽ മുൻപ് ഇല്ലായിരുന്നുവെങ്കിൽ ഗഗനപ്രസൂന സദൃശം ആകാശകുസുമ തുല്യമായിരിക്കുമല്ലോ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കിം ഭൂയോ ഭവേത് സംഭവ, ഭൂയോ വീണ്ടും ഭവേത് ഉൽപ്പത്തി സംഭവ സംഭവിക്കുമായിരുന്നോ. അതായത് ഈ ഘടകങ്ങളൊക്കെ തീർത്തും ഇല്ലാത്തതായിരുന്നു എന്ന് അംഗീകരിച്ചാൽ അവ ആകാശകുസുമങ്ങൾക്ക് തുല്യമായി. അങ്ങനെ ആയിരുന്നുവെങ്കിൽ വീണ്ടും സൃഷ്ടി നടക്കുമ്പോൾ അവയ്ക്ക് വീണ്ടും ഉൽപ്പത്തി സംഭവിക്കുമായിരുന്നോ എന്നാണ് ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അവ ഇല്ലാത്തവയായിരുന്നില്ല, പകരം അവയെല്ലാം പ്രളയകാലത്ത് സൂക്ഷ്മരൂപത്തിൽ അങ്ങാകുന്ന ബ്രഹ്മതേജസ്സിൽ ലയിച്ചിരിക്കുക മാത്രമായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ അനുമാനിക്കുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. പ്രാകൃത പ്രളയകാലത്ത് കാലവും ജീവജാലങ്ങളുടെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളും ത്രിഗുണങ്ങളും ജീവജാലങ്ങളും മായ കാരണമായുണ്ടായ ഈ ലോകവും ആത്മാരാമനായി തേജോരൂപനായി തന്നിൽ തന്നെ അഭിരമിച്ചുകൊണ്ട് യോഗനിദ്രയിലായിരുന്ന അങ്ങയിൽ പരിപൂർണമായും ലയിച്ചിരിക്കുക ആയിരുന്നുവല്ലോ. ശക്തികളായിട്ട് വർത്തിച്ചിരുന്ന ആ ഘടകങ്ങൾ തീരെ ഇല്ലായിരുന്നു എന്ന് ആരും പറയുന്നില്ല തന്നെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആകാശകുസുമങ്ങൾക്ക് തുല്യമായി വീണ്ടും സൃഷ്ടി നടക്കുമ്പോൾ അവയ്ക്ക് വീണ്ടും ഉൽപ്പത്തി ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയു തേഷാം നൈവ വദന്ത്യസത്വമയീ ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയു തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. മൂന്നാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.